ഹലോ സീറ്റ് ആസ്പിറൻസ്, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ എക്സാം കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക അല്ലേ? ഓൾമോസ്റ്റ് നിങ്ങളുടെ റിസൾട്ട് ഒക്കെ നിങ്ങൾ ആൻസർ കീ ഒക്കെ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര പ്രോബബിലിറ്റി നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ സ്കോർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ റിസൾട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൗൺസിലിംഗ് തുടങ്ങണം. അപ്പോൾ പല കുട്ടികൾക്കും എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല ശരിക്കും എന്താ നടക്കുക, എന്താ ചെയ്യേണ്ടത്. അത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം എല്ലാം ഇതേ അവസ്ഥയായിരുന്നു. അപ്പം ഈ CUT വഴി ICAR അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നീറ്റ് പോലത്തെയോ നമ്മുടെ കീം പോലത്തെ അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. അത് കുറെ പ്രശ്നങ്ങളുള്ള അതായത് ഇച്ചിരി നിങ്ങൾക്ക് എന്താ ഒരു ഡിഫിക്കൽട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നിങ്ങൾക്ക് അവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുറെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്കിൽ നിങ്ങളുടെ സീറ്റ് പോകാനുള്ള ചാൻസും ഉണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പോയിട്ടുമുണ്ട്. അപ്പൊ ഈ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ മെയിൻ സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ, അതായത് ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സുകളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് സർപ്രൈസ് ആയിട്ട് തരാനുള്ളത്. ആ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CUT ICAR പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് ആണ്. നമ്മൾ നേരത്തെ ചില വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തുടങ്ങുമെന്ന്. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ തുടങ്ങുകയാണ്. CUT ICAR പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തുടങ്ങുന്നുണ്ട്. അതും ആദ്യത്തെ 10 കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇത് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് എടുക്കുന്നില്ല. വളരെ കുറച്ച് കുട്ടികളാണ് ഈ പ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യാനും പാടായിരിക്കും അല്ലേ? അപ്പം ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണലായിട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് കുട്ടികൾ നമ്മൾ എടുക്കുന്നില്ല. ആ കാര്യം നിങ്ങൾ ആദ്യം തന്നെ അറിയിച്ചു കൊള്ളുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മളുടെ എങ്ങനെ വിശ്വസിച്ച് നിങ്ങൾക്ക് വരാം, അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ തന്നെ 580-ലധികം റിസൾട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പേഴ്സണലൈസ് കൗൺസിലിംഗ് നമുക്ക് പറയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആരുടെ കയ്യിൽ നിന്നും നമ്മളൊരു ആയിട്ട് നമ്മൾ വലുതായിട്ട് ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിന്റെ അകത്താക്കിയിട്ട് അതുവഴി നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് ഗൈഡ് ചെയ്തു. അവർ എന്ത് ഓർഡറിലാണ് അവർ വെക്കേണ്ടത്, എന്താണ് അവരുടെ ബെസ്റ്റ് കോളേജുകൾ, അതെല്ലാം ഒരു ഓർഡറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മാക്സിമം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത്. പക്ഷെ എന്നിട്ടും ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ആപ്ലിക്കേഷന്റെ കാര്യങ്ങളിലായാലും ഡോക്യുമെന്റിന്റെ കാര്യങ്ങളിലായാലും അതേപോലെ തന്നെ അവരുടെ ചോയ്സ് ഫില്ലിങ്ങിന്റെ കാര്യത്തിലായാലും, അതായത് നമ്മുടെ ICARന്റെ കൗൺസിലിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലെ മെയിൻ ഘടകമാണ് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ചോയ്സ് ഫില്ലിംഗിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നീറ്റ് പോലെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇവിടുത്തെ ചെറിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും, നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട്, നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് അനുസരിച്ചിട്ടും അങ്ങനെ 3-4 ഫാക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ വർഷം സീറ്റ് നഷ്ടപ്പെടുകയും നിങ്ങൾ അടുത്ത വർഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വെക്കണം. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ എത്രമാത്രം കുട്ടികൾ എഴുതിയിട്ടുണ്ട്, എത്രമാത്രം കുട്ടികൾക്ക് ഏതൊക്കെ കോളേജിലോട്ട് പ്രിഫർ ചെയ്യും, അതെല്ലാം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം ആലോചിച്ച് നമ്മുടെ മക്കൾ എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുന്നത്, ഈ പ്രാവശ്യം പേഴ്സണലൈസ് കൗൺസിലിംഗ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പൊ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലൈസ് കൗൺസിൽ ജോയിൻ ചെയ്യാം. അതല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്താൽ മതി. നമുക്ക് നിങ്ങളെ എന്ത് ചെയ്യാം, ഗൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കുട്ടികളാണെങ്കിൽ നമുക്കും ഗൈഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പം ഈ പ്രാവശ്യം നമ്മുടെ ആദ്യം പറഞ്ഞു നമ്മുടെ 580 ഓൾമോസ്റ്റ് 620 കുട്ടികളാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്ത് തരുന്നത്. അതിൽ 580+ സ്റ്റുഡൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കോളേജിൽ സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കുട്ടികൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആർക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തതല്ല. അവർക്ക് നമ്മൾ ഗൈഡൻസ് മാത്രമാണ് കൊടുത്തത്. ആ ഗൈഡൻസ് അവർ ഫോളോ ചെയ്യാത്തവരും അതേപോലെ തന്നെ അവരെന്ത് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നവരുമാണ് ബാക്കി സീറ്റ് കിട്ടാത്ത കുട്ടികൾ.
പിന്നെ ഒരുപാട് മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു. അവർക്കുമാണ് സീറ്റ് കിട്ടാറ്. പക്ഷേ ഈ പ്രാവശ്യം ഓൾമോസ്റ്റ് 200ന് മുകളിൽ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളും. അതിന് താഴെയാണ് നിങ്ങൾക്ക് മാർക്കെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് വാങ്ങിച്ചു തരാൻ വേണ്ടി കഴിയും. ഓക്കെ. അപ്പം 200 വരെ മാർക്കുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരുവിധം നിങ്ങൾക്ക് അതായത് നമുക്ക് ഡയറക്റ്റ് ICR അണ്ടറിൽ മാത്രമല്ല കൗൺസിലിംഗ് നടക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചില യൂണിവേഴ്സിറ്റീസ് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് നടത്താറുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ടൈമിന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഇതിൽ ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എളുപ്പമായിരിക്കും. എന്തെന്നാൽ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യത്തില്ല, വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റുകൾ നിങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് അറിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, എളുപ്പമായിരിക്കും. അതാണ് നമ്മുടെ ഈ മൊത്തം ഒരു കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ കൗൺസിലിംഗ് തൊട്ട് നിങ്ങളുടെ കോളേജിൽ എത്തുന്നത് വരെ, കോളേജിൽ എത്തിയിട്ട് അവിടെ നിങ്ങളുടെ അഡ്മിഷൻ ആയി കഴിയുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കൗൺസിലിംഗ് കൊണ്ട് നിങ്ങൾക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സീനിയേഴ്സിൻ്റെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ. ആ സീനിയേഴ്സിൻ്റെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കൂടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കോളേജിൽ കൗൺസിലിംഗ് തുടങ്ങി നിങ്ങൾ കോളേജിൽ എത്തുന്നത് വരെയുള്ള എല്ലാ ഗൈഡൻസും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അല്ലേ, ആ പ്രിഫറൻസ് ഓർഡർ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അതേപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ മുഴുവൻ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിലെ സീനിയേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് നമ്മളുടെ ഇതിലൂടെ കഴിഞ്ഞ വർഷം കയറിപ്പോയ സീനിയേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ സീനിയേഴ്സ്, അവരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 24/7 കോൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡൻസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യും, അറിയിക്കുന്നതായിരിക്കും. അതേപോലെ ആഫ്റ്റർ അഡ്മിഷൻ ഗൈഡൻസ് ഞാൻ പറഞ്ഞു, കോളേജിൽ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് അവിടെയുള്ള ഗൈഡൻസും അവിടെ നിങ്ങൾക്ക് ഭാവിയിലുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ആക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങളിവിടെ ഒറ്റയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരൊക്കെയാണുള്ളത്, നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളും അവർ എടുക്കാൻ പോകുന്ന ഡിസിഷൻസും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അറിയാൻ പറ്റും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഈ ഒരു കാര്യം, ഈ ഒരു പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് ബാക്കിയുള്ള ആൾക്കാർ, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്തോ, എവിടെ നോക്കിയാലും നിങ്ങൾ 1000ന് മുകളിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഈ റേറ്റ് കാണത്തുള്ളൂ. പക്ഷേ നമ്മളിവിടെ 1000 റുപ്പീസ് ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. നമുക്കിതൊരു ലാഭമായിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ അടുത്ത് ഒരുപാട് പാരൻസ് വിളിച്ചിട്ട്, ഒരുപാട് പാരൻസ് നമ്മളുടെ അടുത്ത് കരഞ്ഞ് സംസാരിച്ച ഒരു ഇൻസിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അഡ്മിഷൻ പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ. അതായത് അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ആ ഇൻസിഡൻസ് വരാതിരിക്കാനാണ് ഈ വർഷം തുടക്കം മുതലേ നമ്മൾ ഈ ICR ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതും ഇപ്പോൾ ഇങ്ങനൊരു രീതി ഈ പ്രാവശ്യം തുടങ്ങുന്നതും. ഓക്കെ. അപ്പം പാരൻസും ശ്രദ്ധിക്കുക, മക്കളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ പല ചാനലുകളിലും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ 1000ന് മുകളിൽ 2000, 2500 വരെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് 209 സോറി നോട്ട് 2000, 299 റുപ്പീസിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ പൈസ വാങ്ങിക്കാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്ര പേർക്ക് ചെയ്യുമ്പോൾ ഇനി എന്നെ കൊണ്ട് ഒറ്റയ്ക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര പേർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെങ്കിലും വയ്ക്കേണ്ടി വരും. അവർക്ക് നമ്മൾ, അതായത് നമ്മൾ നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മളിവിടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇതിൽ നിങ്ങളിങ്ങനെ ഈ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. ആ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ താഴെ നമ്പർ കാണും. നിങ്ങൾ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, GPay ചെയ്തിട്ട് നിങ്ങൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഗ്രൂപ്പിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ. ഒരുപാട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും, ഇത്ര പേരെ ഒരുമിച്ച് മാനേജ് ചെയ്യാം. എന്നാൽ നമ്മളിപ്പോൾ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ എന്നോടായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്ര പേരോട് നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരെ ഓരോരുത്തർ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പ്രാവശ്യം ലിമിറ്റഡ് സീറ്റ്സ് ആക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഉടനെ മെസ്സേജ് ചെയ്യുക. നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ കൊടുത്തിരിക്കുന്നതായിരിക്കും നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിലൂടെ നിങ്ങൾ ജിപേ ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബാക്കി ഗൈഡൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.